കേട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇവര് സാക്ഷാൽ മൊഹീദ്ദീൻ ശൈഖിനെതിരെ പോലീസ് കേസ് ഉണ്ടാക്കി. മൊഹീദ്ദീൻ ശൈഖിനെ പോലീസ് കേസ് ഉണ്ടാക്കിയതാരാ? വയനാട്ടുകാരാണ്. വയനാട്ടിലെ ഖുറാഫിയാണ്. സംഭവം എന്താ? പ്രശ്നം തുടങ്ങിയപ്പോ ഒരൊറ്റ അടിയ യാ ശൈഖ് യാ മൊഹീദ്ദീൻ എന്ന് വിളിച്ചിട്ടാ. ഭയങ്കര പവർ ഉണ്ടാവും അടിക്കുന്ന. ഇത് കണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ആരാണ് ഈ മൊയ്തീൻ എന്ന് പറഞ്ഞാള്? ഓനെതിരെ എത്രയും പെട്ടെന്ന് ഇല്ല ഇന്ത്യൻ പീനൽ കോഡ് 2/3 പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ കേട്ടോളി. എന്നാൽ മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയായും റാഫിലും ഇരുമ്പും ചായകനും ഒക്കെ എന്നിട്ട് പറഞ്ഞു മരിച്ചുപോയ മഹാന്മാരെ വിളിക്കൽ ശിർക്കാകുന്നു. അതിൽ തെളിവും പറഞ്ഞു അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ അല്ലാഹി അഹദാ. പള്ളിയൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ച് മറ്റാരെയും വിളിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ വിളിച്ചാൽ അത് ശിർക്കാകുന്നു. അതുകൊണ്ട് തൽക്കാലം കുത്തുബിയത്ത് നിർത്തിക്കോ. ഉമ്മമാരെ നിർത്തിയോ നമ്മള്, കാരണന്മാരെ നിർത്തിയോ നമ്മള്, ചെറുപ്പക്കാരെ ബന്ധം വിട്ടോ നമ്മള്. അതുകൊണ്ട് ഔലിയാക്കന്മാരെ സഹായവും നമുക്ക് ലഭിക്കാതെ പോയി. പഴയ കാലത്തൊക്കെ മുസ്ലിംകൾക്ക് ആവേശം കിട്ടാൻ കാരണം എന്താ? കളരിയും കരാട്ടിയൊന്നും അല്ല. അവർ പറയും ചെറുപ്പക്കാര് കളരിയും കരാട്ടിയൊക്കെ പഠിക്കുമ്പം കാരണവന്മാർ പറയും എന്റെ കളരിയും കരാട്ടിയൊക്കെ അവിടെ നിൽക്കും. ഞാനൊരു മൊഹീദ്ദീൻ തല്ല് അങ്ങ് തച്ചാല്. ഏതാ മൊഹീദ്ദീൻ തല്ല്? ഇത് കളരിയുടെ 19ാമത്തെ അടവല്ല, അങ്ങനൊന്നുണ്ട്. 18 അടവും 12 കറക്കവും. അത് കഴിഞ്ഞാൽ പിന്നെ 19ാമത്തെ അടവ്. അതേതാണ്? മടക്കി കുത്തുക, ചെരിപ്പൂരി കൈ പിടിക്കുക, പിന്നെ ഒരൊറ്റ ഓട്ട് കൊടുക്കുക. ഇതാണ് 19ാമത്തെ അടവ്. അതല്ല മൊയ്തീൻ ശൈഖിന്റെ അടി. അതുകൊണ്ട് അടുത്തു ഒറ്റ അടിയാ. അതിൽ ഓസുല്ലാദമിന്റെ ശക്തി ഉണ്ടാവുന്ന പറഞ്ഞു കേൾക്ക. വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് വരെ മുദീശിഖിന്റെ പേരിൽ കേസ് എടുത്തിട്ട്. അവിടെ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അങ്ങോട്ട് അറിയിപ്പോലും ആളുകൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് അബ്ദുൽ ഖാദിർ അങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞു. പോലീസുകാർ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ എല്ലാവരും വിളിക്കുന്ന പേര് മൊയ്തീൻ മൊയ്തീൻ എന്നാണ്. ഉടനെ 1 പ്രതി മൊയ്തീൻ. ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല എന്നറിയുന്നു. കാരണം ആളെ പിടുത്തം കിട്ടാൻ ഈ കോലത്തിൽ പഴയ തലമുറയിലെ ആളുകൾക്ക് ഔലിയാക്കന്മാർ വിളിക്കുമ്പോൾ സഹായത്തിനെത്തിയിരുന്നു. നമുക്ക് വിശ്വാസമില്ലാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം സജീവമാക്കിയപ്പോ ആളുകൾക്ക് അതിലൊന്നും വിശ്വാസമില്ലാതെയായി. അതിനിപ്പോ മുസ്ലിംമാര് വിഷമിച്ചിട്ട് കാര്യമില്ല. ഏതായാലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. മൊഹീദ്ദീൻ ശൈഖിനെതിരെ നിങ്ങൾ പോലീസ് കേസ് കൊടുത്തത് മോശമായി അല്ലെ? ശൈഖന്മാരെ ആദരിക്കണ കൗമാന്നും പറഞ്ഞ് വയനാട് പോലീസ് സ്റ്റേഷനിലെ സഹോദരങ്ങളെ ഓർത്തു നോക്കി നിങ്ങൾ അല്ലേ? മൊഹീദ്ദീൻ ശൈഖിനെതിരെ വരെ കേസ്, വീരപ്പനെതിരെ കേസ്, മൊഹീദ്ദീൻ ശൈഖിനെതിരെ കേസ്. ആരാതിന്റെ പിന്നിൽ SYSന്റെ കുട്ടികളും അല്ലേ? അപ്പോ SYSന്റെ കുട്ടികളെ മൊഹീദ്ദീൻ ശൈഖിനോടുള്ള പ്രേമം നമുക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ പ്രസംഗിക്കുന്ന ഒരു സാധു മുസ്ലിയാർ. ആലോചിച്ചൊക്കെ നിങ്ങളാണ് അവസ്ഥ. ഏതാണെങ്കിലും ഇങ്ങനെ വിളിക്കാൻ തെളിവുണ്ടോ ചോദിച്ചാൽ തെളിവില്ല.